നേടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പേരേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ.
അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്താ സലാം കൊടുക്കാത്ത? ആ പറഞ്ഞാലോ കൊടുക്കുള്ളൂ. നമ്മള് കറുത്തിട്ട മതി. എന്നെ മനസ്സിലായില്ലേ? എന്റെ പേര് റിയാസാണ്, ആറമ്മലാണ്. ഇപ്പൊ മുന്നേ ഇവിടെ പിന്നെ സംസാരിച്ച ഷംല ഉള്ള ഹസ്ബൻഡാണ്. അപ്പോ ഈ ഉല്ലാസയാത്രയില് കുറെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കണമെന്ന്. ഇതിനു മുമ്പ് കുറെ ആളുകൾ ടൂറ് പോയിട്ടുണ്ടാവും അല്ലെ, കുടുംബത്തിന്റെ ഒപ്പൊക്കെ പോയിട്ടുണ്ടാവും. അതേമാതിരി പിന്നെ മക്കളെ കൂടെ പോയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെങ്ങാഴ്ചകളെ കൂടെ ആരും പോയിട്ടുണ്ടാവില്ല. പോയിക്കണോ? മുമ്പ് ആരെയും പോയിട്ടുണ്ടോ? ആരും പോയില്ല. അപ്പൊ ഇതിനൊരു പ്രത്യേക രസം, പിന്നെ എന്താ പറയാ, മറക്കാനാവാത്ത കുറെ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. ഉണ്ടാക്കണം. നിങ്ങളെല്ലാവരും സന്തോഷത്തിലല്ലേ പോന്നെ? സന്തോഷത്തിലല്ലേ? ഇതുവരെ സന്തോഷത്തിലാണ് അല്ലെ? ഇതേപോലെ തന്നെ ഇനി മുന്നോട്ട് പോകും അല്ലേ? അപ്പോ ഇതില് പിന്നെ ഞാൻ കേട്ടത് നല്ല പാട്ടുകാരൊക്കെ ഉണ്ട് അറിമാസനോട് പറഞ്ഞു. ആ ബസ്സിലേക്ക് വന്നപ്പോ ഇതിൽ കുറെ പാട്ടുകാരുണ്ട്, ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ട്, ഒപ്പനപ്പാട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ട്. ഏതായാലും ഞങ്ങൾ നോക്കട്ടെ. കഴിഞ്ഞോ? അല്ല, കഴിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കല്ലേ ഈ സംഭവം. ഞങ്ങൾ പാടും, ഞങ്ങൾ പാടും, ആടും, ഡാൻസ് കളിക്കും, ഒക്കെ ചെയ്യും. ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ എന്തിനും തയ്യാറാണ്. ഞാൻ ഇപ്പൊ എനിക്ക് 10-40 വയസ്സായി. ഞാൻ ഒരു 18 വയസ്സിലേക്കാണ് ചെറുതാവും. ഞാൻ ഒന്നുകൊണ്ട് ചെറുതാക്കും. അപ്പൊ അതേമാതിരി നിങ്ങളാവും. നിങ്ങളും ഇപ്പൊ 50 ഉള്ളടത്ത് എന്ത് ചെയ്യണം? അവിടുന്ന് ഇങ്ങോട്ട് താഴ്ന്ന് വരണം. പഴയ കാലത്ത് നമ്മൾ മാഷ് പറഞ്ഞ പോലെ മറാക്കാനോ നമ്മൾ ചെറുതാക്കണം. നമ്മൾ സ്വയം ചെറുതാകണം. ഓക്കെ? അപ്പൊ നിങ്ങളെ കൂട്ടുന്ന ഒരു പാട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആരും ആദ്യം പാടാം? ആരും ചെയ്യും. അത് മോശം കേട്ടോ. ആ ബസ്സുകൾ കാണണം. ആ ബസ് പൊളിയല. ആ ബസ്സിലുള്ളൊരു പൊളിയല. നിങ്ങൾ ഇനി വീഡിയോ ഭാവിയിൽ വരുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആരും പാടണം. പാടോ? ഓക്കെ. ഈ താത്താക്കൊരു കയ്യിലെടുത്താണ്. യെസ്. താത്തന്റെ പേരെന്താണ്? പേര് പറയും.
ജമീലത്താത്ത നമുക്ക് വേണ്ടി ഒരു പാട്ടാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്പീച്ച്. ഓക്കെ, റെഡി? ഞാൻ വേണ്ടത് ഏതാ പാടണ്ടേ? റബീഉൽ വന്നല്ലോ, എങ്ങും റഹ്മത്തിൻ പൂക്കൾ വിരിഞ്ഞല്ലോ, വനി വനി വാനിധി പൂത്തല്ലോ, നല്ല പാലോളി പൂമഴ പെയ്തല്ലോ, പറവകൾ പാറി പറക്കുന്നേ, എങ്ങും പൂങ്കുയിലങ്ങളും പാടുന്നേ, പൂന്തണ്ണം വീശിയെടുക്കുന്നേ, പുണ്യനബിയുടെ കഥകൾ പുകയിത്തുന്നേ. റബീഉൽ അവ്വൽ വന്നല്ലോ, എങ്ങും റഹ്മത്തിൻ പൂക്കൾ വിരിഞ്ഞല്ലോ, പനി വനി വാനിധി പൂത്തല്ലോ, നല്ല പാലോളി പൂമഴ പെയ്തല്ലോ. റബ്ബിൽ അവ്വൽ 12ന്റെ കൗതുകങ്ങൾ, ആഘോഷങ്ങൾ, ആവിരത്തെ നിശീതകളും ജാഥകളും മൗലീദുകൾ, അതു കേട്ടു ശിഷ്യന്മാർക്ക് തകൃതിയായി സമയങ്ങൾ ഒരുക്കുന്ന നേരം കൊണ്ട് പാലേതുണ്ട് ആ ദുഃഖങ്ങൾ. 12ൽ വന്നവരെ മൗലീദ് ഓതി പിരിഞ്ഞവരെ, മുന്നിലെ ജാഥയും ഗാനവുമേ, വിദ്യാർത്ഥികൾ പ്രസംഗങ്ങളും ഗാനങ്ങളോതി, ആരംഭനബിതന്റെ ചരിത്രം ദീനിന്റെ ദീപോളെ, മദ്രസയിലെ ബാധകങ്ങൾ പിടിച്ചും കൊണ്ടവരിറങ്ങി, പല പല സ്വീകരണങ്ങൾ അന്നു ഞങ്ങൾക്ക് നൽകി, മദ്രസയിൽ പൂക്കൾ വന്നു ആകെ കരഞ്ഞു, പറയോണി ക്ഷണിച്ചോനെ അവർ വന്നേ മൗലീദിൽ വിണ്ടോനെ. റബ്ബിൽ അവ്വൽ 12ന്റെ കൗതുകങ്ങൾ, ആഘോഷങ്ങൾ, അവിടത്തെ നിശീതകളും ജാഥകളും മൗലീദുകൾ, അത് കേട്ടു ശിഷ്യൻ. അടിപൊളി, സൂപ്പർ. രക്ഷയില്ല, നിങ്ങൾ പറഞ്ഞത് കണക്കാ. ഞാൻ ഒരു പാട്ടോടെ പറഞ്ഞു, 2 പാട്ടാ പാടി. വലിയൊരു കയ്യിലെടുത്തരുന്ന നാട്ടാക്ക് ഒരു രക്ഷയില്ല. ഇനി പാടും, പാടത്തേക്ക് വയ്യെന്ന്. അടുത്തായിട്ട് നമുക്ക് ടിപ്പു സുൽത്താന്റെ പാലക്കാട്ട് കോട്ടയം. അപ്പൊ നിങ്ങൾ ഉഷാറാക്കിയിരിക്കട്ടോ. ഇങ്ങനെ അല്ല ഉഷാറല്ല അല്ല, ഒരു കൈയടിച്ചാലും ഓക്കെ, ആക്റ്റീവാണ്. അപ്പോ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ നമ്മൾ കൂട്ടായ്മയുടെ സെക്രട്ടറി, മലബാർ കോളേജിലെ പ്രൊഫസറുമായ പ്രോപ്പർട്ടിലെ സുഹൃത്ത് നൗഫൽ മാഷെ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇതുവരെയുള്ള സമയമൊക്കെ എല്ലാവരും എൻജോയ് ചെയ്തോ? എന്താണ് ആരും ഒരു ഉഷാറല്ല കേട്ടോ. നമ്മള് പ്രസിഡന്റ് പറഞ്ഞ പോലെ ആരും ചെറുപ്രായത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഒരു സങ്കടം. നമ്മളൊരിക്കലും ഇങ്ങനെയുള്ള യാത്രകൾ പോകുന്ന സമയത്ത് ഒരിക്കലും അതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വീട് കുറച്ച് സമയത്ത് ഒരു ദിവസത്തിലല്ലേ നമ്മളൊന്ന് മാറിക്കുന്ന സമയത്ത് ഒന്നുമില്ല, നമ്മളെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയി തിരിച്ച് നമുക്ക് അങ്ങോട്ട് സന്തോഷത്തോടു കൂടി ചെല്ലാനൊക്കെ അത് വളരെയധികം ഉപയോഗിക്കും. ഈ ആലോചിച്ചാൽ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തിരിച്ചുണ്ടാവും അല്ലേ? അവിടെ പറയുന്ന ആൾക്കാരൊക്കെ തിരിച്ചുണ്ട്. ഇതിനൊക്കെയാണ് ചെങ്ങാഴ്ചകളായിട്ട് തല്ലു പിടിക്കുന്നത്. തല്ലത് കൂടിയിട്ടില്ല. ആലോചിച്ചാൽ പണ്ടൊക്കെ ഇപ്പൊക്കെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ, ഞാനൊക്കെ കോളേജുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നമ്മളെ കുട്ടിക്കാലത്തുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ കുട്ടികളുടെ ഇടയിലില്ല. ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ കാലത്ത് ഇന്നത്തെ പോലെ നമുക്ക് അത്രയധികം സുലഭമൊന്നുമില്ല ഭക്ഷണം, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ മന്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ സ്കൂളിൽ വരുന്ന സമയത്ത് ഉച്ചക്ക് ചോറ് പോയിട്ട് വെള്ളടിച്ചു കഴിഞ്ഞാല് നമ്മൾ പരസ്പരം എന്താ ചോദിക്കാം, ഇന്നെന്താ ചിലപ്പോൾ ചോദിക്കാൻ അല്ലേ? ഇങ്ങനെ എല്ലാരും കൂടെ ഒരു ഡെസ്കിന് എല്ലാരും കൂടെ എല്ലാരും ചോറും നിരത്തി വെച്ച് ഒരുമിച്ചിരുന്ന് നമ്മൾ കൊണ്ടുവന്ന് ആ കൂട്ടാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് നല്ല രസത്തില് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ ആ സംഭവങ്ങളില്ല. അത് നമ്മൾ അങ്ങോട്ട് തിരിച്ച് പകർന്നു കൊടുക്കാത്തതിന്റെ ഒരു കാരണം. അത് നമുക്ക് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രായത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാണ് ഇങ്ങനെ ഒരു യാത്ര ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യാം, എന്നും ചെയ്യുന്ന പണി കാര്യം ചെയ്യുന്നതാണ് അല്ലെ? അതെല്ലാം ഒഴിവാക്കി നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ട, പാത്രം കഴുകണ്ട, ഒന്നുമില്ല. എല്ലാം ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് റെഡിയാണ്. നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഒന്നും വേറെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട.
അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് ഈ യാത്ര വളരെയധികം മനോഹരമാവും, നമുക്കിത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ എന്നും ഓർക്കാനും നമുക്ക് നല്ലൊരു അനുഭവങ്ങളൊക്കെ ഈ യാത്രയിൽ നമുക്ക് നല്ലോണം കിട്ടും. കാരണം ഇപ്പൊ ഇതിലിരിക്കുന്ന ആൾക്കാരെ എന്നും കാണുന്ന ആൾക്കാരല്ല നമ്മൾ. വല്ല കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ മദ്രസയിലും നബിദിനോ അങ്ങനെ പരിപാടി ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇതിലുള്ള പല ആളുകളും കാണാം. അപ്പോ അങ്ങനെയുള്ള ഇതിന്നൊക്കെ മാറി നമുക്ക് എപ്പോഴും കാണാനും ഇതുപോലത്തെ യാത്രകളൊക്കെ ഇനി ഞങ്ങൾക്ക് സംഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഓർമ്മയാണ്. നിങ്ങൾ സന്തോഷിച്ച് നിങ്ങൾ ഈ യാത്ര നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുപോലുള്ള യാത്രകൾ ഇനിയും നമുക്ക് ഇതിലും വലുതായിട്ട് സംഘടിപ്പിക്കാൻ കഴിയട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആരെങ്കിലും എന്ന് പറയാൻ ആരെങ്കിലും ഇല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ചെറിയ പാട്ട് പാടിയിട്ടില്ല. മൈക്കിലോ അങ്ങനെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് വീട്ടിലാവും പ്രമുഖാവും. നമ്മളെല്ലാരും ജീവിതത്തില് എല്ലാരും എന്തായാലും മക്കളെ വളർത്തിയിട്ടുണ്ടാവും അല്ലേ? പാട്ട് പാടിത്തന്നെ വളർത്തിയിട്ടുണ്ട് അല്ലേ? രാവിലെ മാറി വളർത്താത്ത ആരെങ്കിലും ഉണ്ടാവും അല്ലേ? നമ്മൾ പാടുന്നത് ആശയേറും മാമ്പലേ അമുല തന്ന പഠിക്കൂലേ? എന്തിനാ പഠിക്കണേ? അതാണ് നമ്മളെല്ലാവർക്കും പാട്ട് പാടാനറിയാം. പക്ഷെ നമ്മൾ മനസ്സ് തന്നിട്ടാണ് പാട്ട് പാടുന്നത്. നമ്മൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊക്കെയല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതന്നെയാണ് ഇതിന് നമുക്കുള്ള അവസരങ്ങൾ. നമുക്ക് കുടുംബത്തിനൊക്കെ യാത്ര ചെയ്യാൻ പറ്റും, പക്ഷെ ചങ്ങാഴ്ചകളെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും. ഉള്ള സമയം കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം കൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞു നമ്മളെ പഴയ കാലങ്ങളെ വരട്ടും ഒക്കെ എൻജോയ് ചെയ്യാം. എല്ലാവർക്കും നല്ലതായിട്ട്. ബാക്കിൽ സീറ്റുള്ള ആൾക്കാരെ നമ്മൾ ബാക്ക് ബെഞ്ച് ഉദ്ദേശിച്ചിട്ടോ. ഉഷാറാണ്, പോരല്ലോ, ഉഷാറാ. ഓക്കെ 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 ഓക്കെ, അടിപൊളിയാണ്. അപ്പൊ ഞങ്ങളൊരു അടിപൊളി ഗാനം അടിക്കാൻ പോവാണ്. നിങ്ങൾ എല്ലാവരും കൂടിത്തരോ? ചേച്ചി നിങ്ങൾ കൂടിത്തരോ? ഓക്കെ ശരി. പാറമ്പ് ഭാഗത്ത് ഒരു രക്ഷയില്ല. പാറമ്പ് ഭാഗത്താണ് പള്ളിപ്പുരി എത്ര ആളുണ്ട്? പള്ളിപ്പുരി എത്ര ആളുണ്ട് അല്ലേ? ഓക്കെ, പള്ളിപ്പുരി എത്ര ആളുണ്ട്? പിന്നെ കിയാൽപ്പുരി ഭാഗം, കിയാൽപ്പുരി ഭാഗം എത്ര ആളുണ്ട്? കിയാൽപ്പുരി ഓക്കെ. അത്ര വേറെ ഒന്നും അറിയാത്ത സ്ഥലത്ത് അറിയുള്ളൂ. ഞാൻ പറഞ്ഞ സ്ഥലത്ത് എവിടെ പള്ളിപ്പുരി പറഞ്ഞല്ലോ, പള്ളിപ്പുരി പറഞ്ഞു. നാലാണ്, 5ആണ്, 65, 59, 58, 56, ഓക്കെ, 56, 55, 54.
കണ്ടോ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപൂർണ ചന്ദ്രനെ പാരിൽ പ്രകാശമേ പരിപാലകൻ ഒരു കഴിവെടുക്കണോ വലിയ ഓക്കെ. ഇനി നമ്മുടെ മറ്റൊരു നോക്കൽ ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. ഏത് നോക്കലാണ്? മലബാർ കോളേജിന്റെ അധ്യാപകനാണ് അദ്ദേഹം. യുവജന കൂട്ടായ്മയുടെ ശക്തനായ ഒരു സ്റ്റാഫ്, എന്താ പറയാ, നമ്മളൊരു സഹപ്രവർത്തകനാണ്, പ്രവർത്തകനാണ്. അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം പാടും. ഓക്കെ.
മന്ദരാമന്ദിരാ മംഗളരാത്തിൽ അന്നു പിറന്നെങ്കിൽ ഇന്ദ്രമരത്തിലെ മുഹമ്മദ് നടക്കുന്ന വഴിയിലെ മൺതരിയായി ചേച്ചിന്റെ അഭിപ്രായം എന്താ? എല്ലാരും അഭിപ്രായം എന്താ? ഭക്ഷണം കഴിച്ചിട്ട് കോട്ടയിൽ പോകണം എന്നത് അഭിപ്രായമുള്ളത് കഴിഞ്ഞില്ല, അതോ നിസ്കരിച്ചിട്ട് കോട്ടയിൽ പോകണം എന്നുള്ളത് കഴിഞ്ഞില്ല? നിസ്കരിച്ചിട്ട് കോട്ടയിൽ പോവാന്നുള്ളത് കഴിഞ്ഞില്ല, നിസ്കരിച്ചിട്ട് കോട്ടയിൽ പോകാൻ. അപ്പൊ ആ ഡ്രൈവറോട് പറയാം നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് തരാൻ. महबूबुल बादिया മുഹയ്യദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മറഞ്ഞൊലിയേ മഹാരാജ നീതിയേ മറയാത്ത മണ്ണിയേ സാഹിബേ അബ്ദുൽ ഖാദിറല്ലേ സാഹിബേ അബ്ദുൽ ഖാദിറല്ലേ महबूबुल बादिया മുഹയ്യദ്ദീൻ ശൈഖിയ ബഗ്ദാദിൽ മറഞ്ഞൊലിയേ മഹാരാജ നീതിയേ മറയാത്ത മണ്ണിയേ സാഹിബേ അബ്ദുൽ ഖാദിറല്ലേ സാഹിബേ അബ്ദുൽ ഖാദിറല്ലേ